ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നാളത്തേക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ടാക്കി ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനെ ഒന്ന് മാറ്റമൊക്കെ വരുത്തി അതിൻ്റെ പെയിൻറ്റും കളറൊക്കെ മാറ്റി ഒന്ന് പൊളിപ്പനാകാനായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തേക്കാണ്, അതിന് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തേക്കാണ്. അത് നിങ്ങളിലേക്ക് കാണിക്കാനാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ പൂർണ്ണമായിട്ടില്ല എങ്കിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അത് നിങ്ങളെ കാണിക്കാം. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും കാണിക്കാം. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതും പിന്നെ ഇപ്പോഴത്തെ വണ്ടിയുടെ ഇത്രയും നാൾ ഇരുന്നതിന് ശേഷമുള്ള ആ ഒരു വണ്ടിയുടെ രൂപമൊക്കെ മാറിയിട്ടുണ്ട്, അതും കാണിക്കാം. പിന്നെ നമ്മൾ അതിനു വേണ്ടി മുന്നോടിയായിട്ട് എടുത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ പല പാർട്സുകളും ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ അവസ്ഥ ഉണ്ടാ, നമ്മളിപ്പോൾ ഒരു മാറ്റം തന്നെ വരുത്തിയിരിക്കുകയാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒരു ചേതക്ക് വെസ്പാടെ മോഡൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, നേരത്തെ നമ്മുടെ ബോഡി വളരെ സ്ലിമ്മായിട്ടായിരുന്നു. അതിനെ നമ്മൾ ഇതായത് കണ്ടോ, ഒരു ഓട്ടോയുടെ മൾഗാർഡ് കൊണ്ടിട്ട് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണ്ട വെസ്പാടെ കറക്റ്റ് ഒരു ലുക്കിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ആണ്. അതിന് മുന്നേ പുട്ടിയിടണം. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടി മാറ്റമൊക്കെ വരുത്താനായിട്ട് ഇനിയിപ്പോൾ ലാമ്പ് മാറ്റി നമുക്ക് വെസ്പാടെ ലാമ്പ് ആക്കണം. അത് നമ്മൾ എടുക്കണം. പിന്നെ നോക്കി നിങ്ങൾ ഈ ഒരു സൈഡ് നോക്കിയാൽ കറക്റ്റ് ഒരു വെസ്പാട്ടോ നിങ്ങൾ നോക്കി. പിന്നെ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തക്കടും. അപ്പോൾ അവിടെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വൃത്തിയായിട്ടുണ്ട് ഇപ്പോൾ സൈഡ് കണ്ട് നമ്മളിങ്ങനെ ചെയ്തേക്കാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന ഒരു ഫോറസ്റ്റ് ബോർഡിൻ്റെ ഒരു ഗ്രില്ലുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പൊട്ടിച്ചു, കാര്യം പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ബ്രേക്കും കാര്യങ്ങളും ഇതിൽ കൂടെ പോയേക്കുന്നുണ്ട്. ഒരു തകിട് ഷീറ്റ് നമ്മളിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഇളക്കി സ്ക്രൂ ആണ്, അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു 3 വർഷത്തിന് ശേഷം ചെയ്യാണ്ടി വന്ന പണിയാണ്. വണ്ടിയുടെ ടെസ്റ്റൊക്കെ ചെയ്തിട്ടില്ല, ഒരുപാട് പണിയൊക്കെ ചെയ്ത് അതുപോലെ തന്നെ. പിന്നെ നമ്മുടെ ഷോക്കിൻ്റെ ഓയിലെല്ലാം ചാടിയിട്ടുണ്ടോ, ഇത് നമുക്ക് മാറ്റണം. ഷോക്ക് നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു ഭാഗം കണ്ടാൽ അറിയാം, കട്ടറി വീഴുമ്പോൾ നല്ല രീതിയിൽ വെയിറ്റും കാര്യങ്ങളും കയറുമ്പോൾ വർക്കാവുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ കയറ്റി കഴിഞ്ഞ് ഇവിടെ പൊട്ടെല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തു. അതിന് മുന്നേ ഇതിൻ്റെ ഇടയ്ക്കൊരു ഇവിടെ ഒരു ഈ വയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടി ഒരു തകിടടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വയറിങ്ങിനെ നമുക്ക് സീൽ ചെയ്യണം. അതൊക്കെ നമ്മൾ പിന്നീട് കാണിക്കും, അപ്ഡേറ്റ് കാണിക്കും. അപ്പോൾ ഇത്രയും ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് പാർട്ടായിട്ട്. ഏകദേശം ഇപ്പോൾ ഇവിടെ ഒരു ലുക്കായിട്ടുണ്ട് കേട്ടോ. വണ്ടിക്ക് ഒരു വെസ്പാടെ ലുക്ക് വന്നിട്ടുണ്ട്. പെയിൻറ്റും പുട്ടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ സെറ്റായിരിക്കും. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് നമ്മൾ കളഞ്ഞ് വെക്കണം. പിന്നെ സീറ്റ് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കളർ അറിയാമെങ്കിൽ ഗസ് ചെയ്യുക, നമുക്ക് നോക്കാം. ഏതെങ്കിലും നല്ല കളറെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളത് അടിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മനസ്സിലൊരു പ്രത്യേക കളറുണ്ട്, പക്ഷേ അത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, നിങ്ങൾ ഒരു ഗസ് കളർ ചെയ്യുക. ഓക്കെ, ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് തകിടുണ്ട് കേട്ടോ. ഇവിടെ മറയ്ക്കാൻ ഈ 2 സ്ക്രൂ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഈ രൂപത്തിൽ വരും. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ കണക്റ്റിങ് ആണ്, അല്ല ഇങ്ങനെ ഓപ്പണായിട്ട് കിടന്നാൽ ഒരു വൃത്തികേടില്ലേ. പിന്നെ നമുക്ക് ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതൊരു വീഡിയോ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ലാമ്പ് നോക്കി നമുക്ക് വെസ്പാടെ ലാമ്പാക്കണം. കണ്ണാടി ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ. കണ്ണാടി നമുക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ കണ്ണാടി താഴെ വീണപ്പോൾ ഒടിഞ്ഞു പോയതാണ്. പിന്നെ നമുക്ക് സീറ്റിങ്ങിൻ്റെ ഒക്കെ കളർ കോംബോ അനുസരിച്ച് സീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, ഫുള്ള് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പാർട്ടായിട്ട് വരുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളത് അടിക്കാൻ ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാം. ബൈ.